ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ സീറ്ററ്റോ കേറ്ററ്റോ ഇപ്പോഴും ക്ലിയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തിങ്കളാഴ്ചത്തെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ന്യൂസ് അല്ലേ. അപ്പോൾ സീറ്ററ്റോ കേറ്ററ്റോ ക്ലിയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും അധ്യാപകരാവാം, അപ്ലൈ ചെയ്യാം. എവിടെ അധ്യാപകരാവാം? ആർമി സ്കൂളുകളിൽ അധ്യാപകരാവാം. കഴിഞ്ഞ വർഷവും ഈ ഒരു പരീക്ഷ നടന്നതാണ് അല്ലെ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് എഴുതിയിരുന്നു. ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം. ഒരുപാട് വേക്കൻസി വരുന്ന ഒരു എക്സാം ആണ്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അതായത് ആർമി സ്കൂൾ റിക്രൂട്ട്മെന്റ് ആണ്. ആർമി പബ്ലിക് സ്കൂൾ റിക്രൂട്ട്മെന്റ് 2024 ഭാഗമായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 25 ഒക്ടോബർ ആണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 25 ഒക്ടോബർ ആണ്. കേരളത്തിൽ 3 സ്കൂളുകളാണ് ഉള്ളത്. 3 ജില്ലകളിലാണ് ആർമി സ്കൂളുകൾ ഉള്ളത്. ട്രിവാൻഡ്രം, കണ്ണൂർ, അതുപോലെ കൊച്ചി, വെല്ലിംഗ്ടൺ. ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ ഉള്ളത്. അപ്പൊ ഇതിന്റെ പോസ്റ്റുകൾ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ വിളിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ഉണ്ടാവണം വിത്ത് 50% മാർക്ക്, അതുപോലെ BEd വിത്ത് 50% മാർക്ക്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കേറ്ററ്റോ സീറ്ററ്റോ ആവശ്യമില്ല. പക്ഷെ അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് എന്ത് വേണം? കേറ്ററ്റോ സീറ്ററ്റോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അപ്പൊ PGT ഏതൊക്കെ വിഷയങ്ങളിലാണ്? അക്കൗണ്ടൻസി, ബയോളജി, ബയോടെക്നോളജി, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് കോർ, ഫിനാൻസ്, ജോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ്, ഫിസിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് PG ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു പോസ്റ്റാണ് PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. TGT, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ വിത്ത് 50% മാർക്ക് ആൻഡ് BEd വിത്ത് 50% മാർക്ക്. ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ്, സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് സയൻസ്. ഈ വിഷയങ്ങളിലേക്കാണ് TGT അധ്യാപകരെ വേണ്ടത്. നേരത്തെ PGT ആയിരുന്നു, അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമായിരുന്നു 50% മാർക്കോട് കൂടി. ഇവിടെ TGT ഗ്രാജുവേഷൻ മതി, 50% മാർക്ക് പ്ലസ് 2ലും BEd വേണം. ഓക്കെ, അതേപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് PRT, പ്രൈമറി ടീച്ചേഴ്സ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, വിത്തൗട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ വേണം പ്ലസ് 2 ഇയർ DLEd. ഇതാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അവിടെ NICT അപ്രൂവ് ആയിട്ടുള്ള ഒരു 6 മന്ത് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ PRT, പ്രൈമറി ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി സീറ്ററ്റോ കേറ്ററ്റോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം? സീറ്ററ്റോ കേറ്ററ്റോ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അതൊരു വലിയ കാര്യമല്ലല്ലോ അല്ലെ. ഇപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്ററ്റോ കേറ്ററ്റോ കിട്ടിയിട്ടില്ല എങ്കിൽ ദാ നോട്ടിഫിക്കേഷൻ വരാറായി അല്ലെ. ഇപ്പൊ സീറ്ററ്റിന്റെ പരീക്ഷ ഡിസംബർ 15-ാം തീയതിയാണ് അല്ലെ. കേറ്ററ്റിന്റെ വിജ്ഞാപനം ഒക്ടോബറിൽ വരും, ഡിസംബറിൽ പരീക്ഷയും നടക്കും. ഏതായാലും ഫെബ്രുവരിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരികയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മളുടെ സീറ്ററ്റും കേറ്ററ്റും എഴുതിയെടുക്കാനുള്ള സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 40 വയസ്സ്. അധ്യാപകരുടെ യോഗ്യത ആസ് യൂഷ്വൽ 40 വയസ്സ് തന്നെയാണ് ഇവിടുത്തെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാവുന്ന 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത്. ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ പ്രൊഫഷണലിസം, അതായത് നമ്മുടെ എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷണലിസം നോക്കുന്ന ഒരു സെഷനും കൂടി ഉണ്ടാവും. 23-24 നവംബർ 2024. അപ്പൊ നവംബർ മാസം 23-ാം തീയതിയും 24-ാം തീയതിയുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. എക്സാം സെന്റർ കേരളത്തിൽ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, 3 സ്ഥലത്ത് നമുക്ക് സ്കൂളുകൾ ഉണ്ടെങ്കിലും എക്സാം സെന്റർ വരുന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, വെബ്സൈറ്റ് www.awesindia.com എന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, ബാക്കി എൻ്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിന്റെ എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. 3 മണിക്കൂറാണ് പരീക്ഷ, 200 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്ക് 200 മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് നമ്മൾ 1 മാർക്ക് കറക്റ്റ് ആൻസറിനും 0.25 മാർക്സ് നെഗറ്റീവിനും ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. 3 മണിക്കൂറത്തെ പരീക്ഷയാണ്. ഇനി അതിൽ തന്നെ PRT, പ്രൈമറി ടീച്ചേഴ്സ്, അതായത് DLEDകാർക്ക് അപ്ലൈ ചെയ്യാമെന്ന പരീക്ഷയിൽ എന്തൊക്കെയുണ്ട്? ബേസിക് GK കറണ്ട് അഫയേഴ്സ്, അതിൽ തന്നെ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഗ്ലോബൽ ലെവലും ചോദിക്കും 10 മാർക്കിന്.
ഓക്കെ. ഇനി പെഡഗോജി കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി 20 മാർക്കിനുണ്ട്. അക്കാഡമിക് പ്രൊഫിഷ്യൻസി അതിൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി 170 മാർക്ക്. അപ്പോൾ 170 30 200 മാർക്ക്. അപ്പോൾ വെയിറ്റേജ് കിടക്കുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി. നോക്കി കേറ്ററ്റിനും സീറ്ററ്റിനും പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. കാരണം സീറ്ററ്റിന്റെ സിലബസ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം NCERT പാഠപുസ്തകങ്ങളുടെ പേര് തന്നെയാണ് ആ സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കേറ്ററ്റ് ആണെങ്കിലും നല്ല രീതിയിൽ ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കും പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള നമ്മുടെ സീറ്ററ്റ് കേറ്ററ്റ് പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് TGT ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് നോക്കാം. അവിടെ വരുന്നത് ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് 10 മാർക്ക്. അതുപോലെ തന്നെ പെഡഗോജി കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി 20 മാർക്ക്. ബാക്കി 170 മാർക്കും എവിടെ തന്നെയാണ്? നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. TGT ആണ്, ഗ്രാജുവേഷൻ പ്ലസ് BEd ആണ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് ഗ്രാജുവേഷൻ സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് 170 മാർക്കുള്ളത്. വീണ്ടും നിങ്ങൾ K3 പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. ഇനി നോക്കിക്കേ, PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ സിലബസും ഏറെക്കുറെ സെയിം തന്നെയാണ്. ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ പെഡഗോജി കരിക്കുലം എഡ്യൂക്കേഷൻ പോളിസി വരുന്നുണ്ട് 20 മാർക്കിന്. അക്കാഡമിക് പ്രൊഫിഷ്യൻസി അതും ഈ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്ട് നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് 170 മാർക്കിന് അവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ സബ്ജക്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കേറ്ററ്റ് ആയാലും സീറ്ററ്റ് ആയാലും അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് വലിയ കാര്യമായിട്ട് കേറ്ററ്റിലോ സീറ്ററ്റിലോ വരുന്നില്ല. കേറ്ററ്റ് നോക്കുവാണെങ്കിൽ EVS നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, എങ്കിൽ പോലും. അപ്പം ഇത്രയുമാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സീറ്ററ്റ് ഇപ്രാവശ്യം കിട്ടിയില്ല, കേറ്ററ്റ് ഇപ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു പുതിയ എനർജിയായി അല്ലെ, നമുക്ക് അപ്ലൈ ചെയ്യാനൊരു പരീക്ഷയായി. അപ്പോൾ ഒന്നും നോക്കാനില്ല, വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നടക്കുന്ന കേറ്ററ്റും സീറ്ററ്റോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യുക. രണ്ടും നിങ്ങളുടെ മുന്നിൽ ഓപ്ഷനാണ്. രണ്ടിനും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഡിസംബറിലെ കേറ്ററ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നതിലേക്കുള്ള എല്ലാ സപ്പോർട്ട് നൽകാനും CC ഇവിടെ ഉണ്ട്. CC സംബന്ധിച്ചിടത്തോളം നമ്മുടെ സീറ്ററ്റ് ആയാലും കേറ്ററ്റ് ആയാലും 2016 മുതൽ നമ്മൾ ഈ ഒരു കോച്ചിങ് മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ മനസ്സിലാക്കി അവർക്ക് ഉതകുന്ന രീതിയിലേക്ക്, അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലേക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മോഡൽ എക്സാംസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായി കൂളായി ചില്ലായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് CCയിലുള്ളത്. 90 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പൊ നമ്മൾ കേറ്ററ്റിന് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഡിസംബറിൽ എക്സാം എന്ന് പറയുമ്പോൾ 90 ദിവസമേ ഉള്ളൂ അല്ലെ. അപ്പോൾ 90 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്ററ്റ് ഡിസംബർ 15-ാം തീയതിയിലത്തെ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള എക്സാം ആണ്. സോ എന്ത് ചെയ്യുക? ഇങ്ങ് പോന്നോളുക. കേറ്ററ്റ് ആയാലും സീറ്ററ്റ് ആയാലും റിസൾട്ട് നമുക്ക് ഉറപ്പാണ്. പഠിച്ചാൽ മാത്രം മതി. ഞങ്ങൾ തരുന്നത് പഠിക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, സോ ഉഷാറായിട്ട് പഠിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകൾ, ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് CCയിലൂടെ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ആദ്യം എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.